ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഒന്നാം പ്രതിയായ കോഴക്കേസിൽ മുഖ്യ സൂത്രധാരൻ ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്ത് വാര്യരാണ്. ഇ.ഡി. രജിസ്റ്റർ ചെയ്യുന്ന ഫെമ പോലെയുള്ള കേസുകളിലെ പ്രതികൾക്ക് സഹായം ചെയ്യുന്നയാളാണ് രഞ്ജിത്ത് എന്നാണ് നിഗമനം. ഇപ്പോൾ കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബു കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹമാണ് പരാതി നൽകിയതും കുറച്ചധികം കാലമായി ഇ.ഡി. അദ്ദേഹത്തെ പീഡിപ്പിക്കുകയായിരുന്നു, ഹരാസ്മെൻറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, വിശദാംശങ്ങൾ. എസ്കെൻ, ഈ ഇ.ഡിക്കെതിരെ പരാതി നൽകിയത് അല്ലെങ്കിൽ ഇ.ഡിയുടെ മറവിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയ കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഈ വിൽസനും അതോടൊപ്പം മുകേഷും ചേർന്ന് തന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു, ഏറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇവർ ശേഖർ കുമാറിന്റെ പേര് പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ്, പണം തട്ടാൻ ശ്രമിച്ചു എന്നാണ് അനീഷ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2024 തന്റെ കശുവണ്ടി സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു കേസല്ല ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഇ.ഡി. വിളിച്ചു വരുത്തുന്നത്. അതിന് പിന്നാലെ ആദ്യ സമൻസ് എത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ വിൽസനും സംഘവും തന്നെ ബന്ധപ്പെടുന്നത്. 2ാമത്തെ സമൻസ് ഉടൻ എത്തുമെന്ന തരത്തിൽ അവർ പറയുകയുണ്ടായി. 2ാമത്തെ സമൻസ് അവർ പറഞ്ഞ ദിവസം തന്നെ തന്റെ വീട്ടിലേക്ക് എത്തി. ഇങ്ങനെയാണ് അവർ എനിക്ക് ചില വിശ്വാസങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് വന്നത്. പക്ഷേ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവർ നിരന്തരം തന്നെ ഭീഷണിപ്പെടുത്തി. അതല്ല എങ്കിൽ നിങ്ങളുടെ സ്വത്തടക്കം കണ്ടുകെട്ടും, നിങ്ങളെ കൽത്തുറങ്കിൽ അടക്കേണ്ട നടപടിയിലേക്കൊക്കെ പോകും, എന്നാൽ 2 കോടി രൂപ നിങ്ങൾ ഈ ഉദ്യോഗസ്ഥന് നൽകിയാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഞങ്ങൾക്ക് നൽകിയാൽ ഈ കേസ് പൂർണ്ണമായി സെറ്റിൽ ചെയ്ത് നൽകാമെന്ന ഉറപ്പാണ് വിൽസന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ആ ഉറപ്പിന്റെ ഭാഗമായി വിൽസൺ നിരന്തരം ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ 50,000 രൂപ പ്രാഥമിക ഘട്ടത്തിൽ നൽകാൻ ആവശ്യപ്പെട്ടു. ആ പണം നൽകി. ഈ മുകേഷ് നൽകിയ അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയതെന്നും ഈ അനീഷ് ബാബു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു പേര് കൂടി പറയുന്നത് രാധാകൃഷ്ണൻ എന്ന മലയാളിയും ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ്. അത് ആര് പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തിയെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വന്നിട്ടില്ല. ഡിജിറ്റൽ തെളിവുകളടക്കം, അതായത് വിൽസനും മുകേഷും ഒക്കെ നടത്തിയിട്ടുള്ള, ഈ രാധാകൃഷ്ണനും ഒക്കെ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, അവർക്ക് നൽകിയിട്ടുള്ള പണത്തിന്റെ ട്രാൻസാക്ഷൻ എമൗണ്ട്, അതെല്ലാം നൽകിയാണ് പരാതി നൽകിയിരിക്കുന്നത്. കേവലം ഒരു റിട്ടേൺ കംപ്ലൈന്റ് മാത്രമല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് വന്ന ഭീഷണി സന്ദേശങ്ങൾ അടക്കം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പരാതിയാണ് വിജിലൻസിന് നൽകിയത്. വിജിലൻസ് ആ പരാതി വളരെ ഗൗരവമായി കണ്ടു. അങ്ങനെയാണ് ഇരുവരെയും ട്രാപ്പിൽപ്പെടുത്തി വിൽസനെയും അതോടൊപ്പം മുകേഷിനെയും പിടികൂടുന്നത്. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ നിന്നാണ് രഞ്ജിത്ത് കുമാർ എന്ന ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പേരിലേക്ക് ഈ കേസ് എത്തുകയും ശേഖർ കുമാറിലേക്ക് കണക്ട് ആവുകയും ചെയ്തത്. രഞ്ജിത്താണ് ഈ വിൽസനും അതോടൊപ്പം തന്നെ വിൽസനും ഈ മുകേഷിനും ഈ കശുവണ്ടി മുതലാളിയുടെ ഇത്തരത്തിലുള്ള അക്കൗണ്ടും വിലാസവും ഒക്കെ നൽകിയതെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്, ഈ പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അവർക്കെല്ലാം ഈ ഇ.ഡി. ഉദ്യോഗസ്ഥനുമായ ഒരു കണക്ഷൻ ഉണ്ട് എന്നാണ് വിജിലൻസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇ.ഡി. ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് തയ്യാറല്ല. ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം സമാഹരിച്ച ശേഷം മാത്രം അത്തരം ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നാൽ മതി എന്നാണ് അല്പസമയം മുമ്പ് പോലും വിജിലൻസ് എസ്.പി പ്രതികരിച്ചത്. അതല്ല എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. പ്രത്യേകിച്ചൊരു കേന്ദ്ര ഏജൻസിയാണ്, അത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഇ.ഡി. ഉദ്യോഗസ്ഥനിലേക്ക് എത്താമെന്നാണ് വിജിലൻസ് കരുതുന്നത്. ഇപ്പോൾ ഈ 3 പേരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ അനീഷ് ബാബു വെളിപ്പെടുത്തിയ ഈ വിവരങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പരാതിയും മൊഴിയുമായി വിജിലൻസിന് മുൻപിൽ നൽകിയിട്ടുള്ളത്. ആ മൊഴിയുടെയും പരാതികളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ 3 പ്രതികളെയും വിജിലൻസ് ചോദ്യം ചെയ്യുന്നത്. വിജിലൻസ് എസ്.പി ഇങ്ങോട്ടേക്ക് നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഇന്നലെ ഈ പറയുന്ന രഞ്ജിത്തിന്റെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ചില നിർണായക രേഖകളടക്കം കണ്ടെത്തിയിട്ടുണ്ട്, ലാപ്ടോപ്പ് അടക്കം പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇയാളുടെ ഐഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ഇയാൾ ഈ സമൂഹത്തിൽ ഉന്നത ബന്ധം പുലർത്തുന്ന ഒരാളാണ്, പല വൻകിട സ്ഥാപനങ്ങളുടെയും ചാർട്ടേഡ് അക്കൗണ്ടായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കൂടുതൽ കേസുകൾ ഇത്തരത്തിൽ ഈ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി രഞ്ജിത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയവും ഈ ഘട്ടത്തിൽ ഇ.ഡി. വിജിലൻസ് വ്യക്തമാക്കുന്നു. ഒരു 10ലധികം കേസുകളിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഇടപെടൽ നടന്നതായി സംശയിക്കുന്നുണ്ട്. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് കൂടി ഈ കേസിൽ പങ്കുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് വിജിലൻസ് എത്തുകയാണ്. വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു. അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇ.ഡി. പോലുള്ള ഒരു കേന്ദ്ര ഏജൻസി കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയാൻ, കോഴ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കോഴ നൽകുന്നത് തടയാൻ, അത്തരത്തിൽ അനധികൃത പണമിടപാടൊക്കെ തടയാൻ വേണ്ടിയുള്ള ഒരു ഏജൻസിയാണ്. ആ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനാണ് ഈ കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഹവാല ഇടപാട് നടത്തുന്ന ഒരു പ്രതിയുമായി കൊച്ചി യൂണിറ്റിലെ ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടോ എന്ന് പോലും കണ്ടെത്തലിലേക്ക് വിജിലൻസ് എത്തുമ്പോൾ എങ്ങോട്ടാണ് ഇ.ഡി.
ഡിയുടെ പോക്ക്, എന്താണ് ഇ ഡി ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് കുറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള സെറ്റിൽമെന്റുകളാണോ എന്ന് പൊതുസമൂഹം ഒന്നാകെ ചോദിക്കുന്നുണ്ട്. നേരത്തെ CPM-ഉം കോൺഗ്രസും ഒക്കെ ചോദിച്ചൊരു ചോദ്യമാണത്. രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളിൽ മാത്രം ഒരു അന്വേഷണം നടത്തുകയും മറ്റല്ലാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വരാത്ത കേസുകളിൽ ഒതുക്കി തീർക്കാനുള്ള ശ്രമവും ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കൂടുതൽ പരാതികൾ ഇ ഡിക്കെതിരെ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഇന്നലെ കൊല്ലത്ത് നിന്ന് വന്നൊരു വെളിപ്പെടുത്തലുണ്ട്. കൊല്ലത്തെ ഒരു ബിഷപ്പ് പറഞ്ഞത് തന്നെ ഇ ഡി ഇത്തരത്തിലൊരു തന്റെ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് GST-യുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്തതിന് പിന്നാലെ ഇത്തരത്തിൽ ഇടനിലക്കാർ തന്നെ സമീപിച്ച് ഈ കേസ് സെറ്റിൽ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് 2 കോടി ചോദിച്ചു എന്നാണ് ഇന്നലെ ആ ബിഷപ്പ് പ്രതികരിച്ചത്. അങ്ങനെ ഇ ഡിയിലെ പ്രധാനപ്പെട്ട ഈ വ്യവസായികളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ സെറ്റിൽമെന്റിലേക്ക് പോകുന്നു, പണം വാങ്ങിച്ചെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കൊല്ലത്തെ കശുവണ്ടി വ്യവസായിയുടെ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്.